ജിഷ്ണു കൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ജിഷ്ണു, നമ്മൾ ഇന്നത്തെ രണ്ട് പ്രധാന വാർത്തകൾ ബംഗാൾ മാത്രമാണ് സ്പർശിച്ചു പോയത്. ബംഗാളിൽ തന്നെ ഒന്ന് തുടങ്ങാം, എന്നിട്ട് ബംഗ്ലാദേശിലേക്കും പോകുന്നു. കാര്യം ഈ സംഭവത്തിൽ മമതാ സർക്കാരിനെതിരെ പ്രതിഷേധം ആളിക്കത്തുകയാണ്. ഡോക്ടർമാർ ഇന്നും പണിമുടക്കി സമരം ചെയ്യുന്നു. പോലീസ് അന്വേഷണത്തിൽ ഗുരുതര വീഴ്ച ഡോക്ടറുടെ കുടുംബം ഉന്നയിക്കുന്നുമുണ്ട്. ഇതിൽ അല്പം മുമ്പ് നമ്മുടെ സോഷ്യൽ സ്കൂപ്പിൽ നമ്മളൊരു എക്സ്പോസ്റ്റ് കാണിച്ചിരുന്നു. അതായത് മമതാ ബാനർജി റാലി നടത്തുകയാണത്രേ. ഈ കൊലപാതകത്തിൽ പ്രതിഷേധിച്ചാണ്, അത് CBI അന്വേഷണം ആവശ്യപ്പെട്ടാണ്. CBI അന്വേഷണം വേണമെങ്കിൽ ഒരു കത്തൊരു ഫോൺ കോളിൻ്റെ ആവശ്യമേ ഉള്ളൂ. എന്തൊരു നാടകമാണ് ജിഷ്ണു അവിടെ കാണുന്നത്. വനിതാ മുഖ്യമന്ത്രി ഭരിക്കുന്ന നാട്ടിലൊരു വനിതാ ഡോക്ടറുടെ മാനത്തിനും ജീവനും വിലയില്ലാത്ത സാഹചര്യത്തിൽ എല്ലാത്തിനും ഒടുവിൽ പൊറാട്ട് നാടകം പോലൊരു റാലി എന്തിനു വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാകുന്നില്ല ജിഷ്ണു. പ്രതിഭ തീർച്ചയായും അതുകൊണ്ട് തന്നെ ശക്തമായ പ്രതിഷേധമാണ് മമതാ സർക്കാരിനെതിരെ ബംഗാളിലും ഒപ്പം രാജ്യവ്യാപകമായും നടക്കുന്നത്. ഈ വിഷയത്തിൽ കൃത്യമായ അലംഭാവം സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായി എന്ന വിലയിരുത്തലാണ്, എന്ന ആരോപണമാണ് ഈ കൊല്ലപ്പെട്ടിട്ടുള്ള ഡോക്ടറുടെ കുടുംബവും ഈ RG-കാർ ആശുപത്രിയിലെ ഡോക്ടറുടെ സഹപ്രവർത്തകരും മുൻപോട്ട് വയ്ക്കുന്നത്. അതിൽ അത്രയധികം പ്രതിഷേധം ആളിക്കത്തുമ്പോഴാണ് ഇത്തരത്തിലൊരു നാടകം മമതാ ബാനർജിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഒരു പ്രതിഷേധ റാലി മമതാ ബാനർജി നടത്തിയത് വി വാണ്ട് ജസ്റ്റിസ് ഫ്രം CBI, അല്ലെങ്കിൽ CBI ഈ കേസ് തെളിയിക്കണമെന്ന് ബാനറുകൾ ഉയർത്തിക്കൊണ്ടാണ് മമതാ ബാനർജി തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരും ഒരു റാലി നടത്തിയത്. ഈ ഒരു സംഭവത്തിൽ ഇത്തരത്തിലൊരു സംഭവം നടക്കുമ്പോൾ അതിന്റെ കേസ് അന്വേഷണത്തിൽ ഏറ്റവും നിർണായകമാവുക അതിന്റെ ആദ്യത്തെ മണിക്കൂറുകളാണ്. ആദ്യത്തെ മണിക്കൂറുകൾ ലഭിക്കുന്ന തെളിവുകളും അന്വേഷണവുമാകും ഏറ്റവും നിർണായകമാവുക എന്നുള്ളത് സ്വാഭാവികമായും എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. ആ മണിക്കൂറുകളിൽ അലംഭാവം കാണിച്ചുകൊണ്ട് മമതാ സർക്കാരിന്റെ പോലീസ് യാതൊരു തരത്തിലുമുള്ള അന്വേഷണം നടത്താനോ അല്ലെങ്കിൽ കുടുംബം ആവശ്യപ്പെട്ടതുപോലെ ആ സമയത്ത് CBI അന്വേഷണത്തിന് വിടാനോ മമതാ ബാനർജി തയ്യാറായിരുന്നില്ല. പ്രതിഭ സൂചിപ്പിച്ചതുപോലെ ഒരു കേസ് അതിന്റെ അന്വേഷണം CBIക്ക് വിടണമെങ്കിൽ സംസ്ഥാന സർക്കാരിന് നേരിട്ട് അത് ചെയ്യാൻ സാധിക്കും. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോട് ശുപാർശ ചെയ്താൽ വളരെ വേഗത്തിൽ ആ കേസ് CBIക്ക് വിടും. എന്നാൽ കുടുംബം ആവശ്യപ്പെട്ടിട്ട് പോലും അത് ചെയ്യാതെ ദിവസങ്ങൾക്ക് ശേഷം ഹൈക്കോടതി രൂക്ഷ വിമർശനം സംസ്ഥാന സർക്കാരിനെതിരെ ഉയർത്തിയതിനു ശേഷം കോടതി നിർദ്ദേശിച്ചിട്ടാണ് ഈ കേസിൽ ഇപ്പോൾ CBI അന്വേഷണം വന്നിട്ടുള്ളത്. 2 ദിവസമായി കേസ് CBI അന്വേഷിക്കുന്നുണ്ട്. CBIയുടെ അന്വേഷണം മുൻപോട്ട് പോവുകയാണ്. മുൻ പ്രിൻസിപ്പൽ ഉൾപ്പെടെ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരെ ചോദ്യം ചെയ്തിട്ടുണ്ട്, ചിലരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഒപ്പം ബംഗാൾ പോലീസിൽ ഈ കേസ് ആദ്യം അന്വേഷിച്ചിരുന്ന SITയിൽ ഉൾപ്പെടുന്ന 2 പോലീസുകാരെയും CBI ചോദ്യം ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ കേസ് അന്വേഷണം മുൻപോട്ട് പോകുന്നു. അതോടൊപ്പം തന്നെ പ്രതിഷേധവും മമതാ സർക്കാരിനെതിരെ ബംഗാളിലും രാജ്യവ്യാപകവുമായി വലിയ പ്രതിഷേധം വരുന്നുണ്ട്. ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം വിവിധ സർക്കാർ ആശുപത്രികളിൽ ഡോക്ടർമാരും നഴ്സുമാരും മറ്റ് ജീവനക്കാരും പണിമുടക്കി സമരം ചെയ്തിരുന്നു. IMAയുടെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി സമരം ചെയ്തു. ഒരു ആശുപത്രിയിൽ ഒരു ഡോക്ടർക്ക് പോലും സംരക്ഷണം നൽകാൻ മമതാ സർക്കാരിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് വലിയ ആരോപണം ഉയരുന്നത്. ഒപ്പം ബംഗാളിൽ ക്രമസമാധാന നില പാടെ തകരുന്നു എന്ന വലിയ ആരോപണം ഇതിനോടകം തന്നെ ശക്തമാണ്. ഇതാദ്യമായല്ല പെൺകുട്ടികൾക്ക് നേരെ അല്ലെങ്കിൽ വനിതകൾക്ക് നേരെ ബംഗാളിൽ അതിക്രമം നടക്കുന്നത്. അതൊരു തുടർക്കഥയായി മാറുകയാണ്. ദിവസങ്ങൾക്ക് മുൻപാണ് കൊൽക്കത്തയിൽ തന്നെ ഒരു വനിതയെ കൂട്ടം ചേർന്നുകൊണ്ട് വിചാരണ ചെയ്ത പെൺകുട്ടിയുടെ മുടി മുറിച്ച് കളയുന്ന സാഹചര്യം ഉണ്ടായത്. സിലിഗുരിയിൽ ഒരു പെൺകുട്ടിയെ ഒരു സ്ത്രീയെ കൂട്ടം ചേർന്ന് പരസ്യമായി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വന്നിരുന്നു. അത്തരത്തിൽ ക്രമസമാധാന നില പാടെ തകർന്ന ഒരു സംസ്ഥാനമായി ബംഗാൾ മാറുന്നു എന്ന് അതിന്റെ ആ സംസ്ഥാനത്തിന്റെ ഗവർണറുടെ ചുമതല വഹിക്കുന്ന ആൾ പോലും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഗവർണർ CV ആനന്ദബോസ് ചൂണ്ടിക്കാട്ടിയത് മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ പശ്ചിമ ബംഗാളിൽ ക്രമസമാധാനം പൂർണ്ണമായും തകരുകയാണ്. പോലീസിനെ നിയന്ത്രിക്കുന്നതിനോ ഗുണ്ടാരാജ് അവസാനിപ്പിക്കുന്നതിനോ അതിനെതിരെ നടപടിയെടുക്കുന്നതിനോ മമതയ്ക്ക് സാധിക്കുന്നില്ല എന്നാണ് ഗവർണർ CV ആനന്ദബോസ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഇനി ബംഗാളിലെ ക്രമസമാധാന വിഷയവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം നടപടികൾ ഉണ്ടാകും, കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകുമോ എന്നുള്ളതെല്ലാം നോക്കിക്കാണേണ്ടതാണ്. ഏതായാലും PG ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടത് കൂട്ടബലാത്സംഗത്തിനിരയായിക്കൊണ്ട് അതിക്രൂരമായ ബലാത്സംഗമാണ് അല്ലെങ്കിൽ പീഡനമാണ് PG ഡോക്ടർ നേരിട്ടത് എന്നാണ് അവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്രയധികം ക്രൂരത ആ ഒരു ശരീരം നേരിട്ടിട്ടുണ്ട്. കണ്ണുകൾ അടിച്ച് അകത്തേക്ക് തള്ളിയ നിലയിലായിരുന്നു. തലയുടെ പിൻഭാഗം തകർന്ന നിലയിലായിരുന്നു. 2 കാലുകളുടെയും തുടയല് പൊട്ടിയ നിലയിലായിരുന്നു. അത്തരത്തിൽ ക്രൂരമായ പീഡനം ഏറ്റാണ് ആ ഒരു ഡോക്ടർ കൊല്ലപ്പെട്ടിട്ടുള്ളത്. ആ വിഷയത്തിലാണ് കുറ്റവാളികളെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള അലംഭാവം സർക്കാരിന്റെയും പോലീസിന്റെയും ആശുപത്രി അധികൃതരുടെയും ഭാഗത്തുനിന്നുണ്ടായി എന്ന് ഈ ഡോക്ടറുടെ കുടുംബവും സഹപ്രവർത്തകരും ആരോപിക്കുന്നത്. ഇരയ്ക്ക് നീതി ഉറപ്പാക്കുന്നതുവരെ സമരം തുടരുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് പശ്ചിമ
ബംഗാളിൽ മമതാ സർക്കാരിനെതിരെ അല്ലെങ്കിൽ രാജ്യവ്യാപകമായി മമതയ്ക്കും അല്ലെങ്കിൽ ആ പോലീസ് സംവിധാനത്തിനുമെതിരെയുള്ള പ്രതിഷേധം മുൻപോട്ട് പോകുന്നത്. പ്രദീപ്. ജിഷ്ണു, തീർച്ചയായിട്ടും കാര്യം ജനവികാരം കണ്ടില്ലെന്ന് നടിക്കാൻ എത്ര നാൾ മമതയ്ക്ക് കഴിയും എന്ന് നമുക്ക് കണ്ടറിയണം. കാരണം ഇറക്കുമതിയേക്കാൾ നല്ല വാക്ക്, കടത്തിക്കൊണ്ട് വന്നൊരു വോട്ട് ബാങ്കിന്റെ ബലത്തിലാണ് ഇവർ എന്തും ചെയ്യാം എന്നുള്ള ഒരു ഭാവവും ഒരു നടപടിയും ഒരു നയവും ഒക്കെ സ്വീകരിക്കുന്നത്. വോട്ട് ബാങ്ക് ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണല്ലോ. അതവിടെ നിൽക്കട്ടെ, നമുക്ക് കാണാം ജനാധിപത്യമാണല്ലോ. എന്തൊക്കെ കൃത്രിമമായി വോട്ട് ബാങ്ക് സൃഷ്ടിച്ചാലും അതൊക്കെ തകർന്നു വീഴുന്ന എത്രയോ ഏകാധിപതികൾ തകരുന്നത് നാം കണ്ടിട്ടുണ്ട്. ഇനി തൊട്ടപ്പുറത്ത് ബംഗ്ലാദേശിലേക്കൊന്ന് പോയാൽ ജിഷ്ണു, ഇന്നും പല മാധ്യമങ്ങളും കേരളത്തിൽ അവിടെ നടന്ന യാഥാർത്ഥ്യം എന്താണെന്ന് വിളിച്ചു പറയുന്നില്ല. രണ്ട്, BJPയും BSPയും ഒഴികെയുള്ള മിക്കവാറും ഒരു കക്ഷികളും അവിടെ നടന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച് ശബ്ദിക്കുന്നില്ല. മൂന്ന്, അവിടെ നടന്നത് കേവലം ഒരു വിദ്യാർത്ഥി പ്രതിഷേധം അല്ല, ഒരു പ്രക്ഷോഭം അല്ല, മറിച്ച് എന്തിൻ്റെ പേരിലായാലും കലാപം തന്നെയാണ്. അവിടെ ലക്ഷ്യമിട്ടത് ഹിന്ദുക്കളെ തന്നെയാണ്. അതല്ലാതെ ഒരു പ്രക്ഷോഭം ഉണ്ടാകുമ്പോൾ എന്തിനാണ് 400-500 ഹിന്ദു ക്ഷേത്രങ്ങൾ കത്തിക്കുന്നത്, തകർക്കുന്നത്? അതും ദിവസേന അന്നദാനം നൽകിയിരുന്ന ഇസ്കോൺ പോലെയുള്ള ക്ഷേത്രങ്ങളിൽ പോയിട്ട് ഈ അക്രമം കാണിച്ചത്. നടന്നത് ഹിന്ദു വംശഹത്യ തന്നെയാണെന്ന് പറയാൻ, അതിനെതിരെ ശബ്ദിക്കാൻ ആരും തയ്യാറാകുന്നില്ല. CPMന്റെ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവിനെ കൊന്നുകെട്ടി തൂക്കിയിട്ടിട്ട് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് പുറത്തിറക്കിയ അപലപിച്ചുകൊണ്ടിറക്കിയ പ്രസ്താവനയിൽ ഒരക്ഷരം അതേക്കുറിച്ചില്ല. ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് ഒരക്ഷരം പറയുന്നില്ല. എങ്ങും തൊണ്ടാതെ ഒരു അപലപനം. എന്താണ് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരം ജിഷ്ണു? പ്രദീപ്, ബംഗ്ലാദേശിൽ സർക്കാരിനെതിരെ, ഷെയ്ഖ് ഹസീന സർക്കാരിനെതിരെ നടന്ന കലാപത്തിന്റെ മറവിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള ഛാത്ര ശിബിറും ചേർന്നുകൊണ്ട് ഹിന്ദു വംശഹത്യ നടത്തി എന്നുള്ളത് പരമമായ സത്യമാണ്. അല്ലെങ്കിൽ ആ വസ്തുത ബംഗ്ലാദേശിൽ ഇപ്പോൾ അധികാരത്തിലേറിയിട്ടുള്ള ഇടക്കാല സർക്കാരിന്റെ നേതാവ് മുഹമ്മദ് യൂനിസ് തന്നെ അംഗീകരിക്കുകയും അപലപിക്കുകയും അത്തരത്തിലുള്ള അതിക്രമങ്ങൾ, പീഡനം, ന്യൂനപക്ഷ വേട്ട അവസാനിപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യത്തെ കാര്യം എന്നുള്ളത് ബംഗ്ലാദേശിൽ ഹിന്ദു വംശഹത്യ അല്ലെങ്കിൽ ഹിന്ദു ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് നേരെ അതിക്രമം നടന്നിട്ടില്ല എന്നും അത് ഊതിപ്പെരുപ്പിച്ച കഥയാണ് എന്നുമുള്ള നരേറ്റീവ് അത് ജമാഅത്തെ ഇസ്ലാമിയും പ്രത്യേകിച്ച് കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിയും ഇടത് സംഘടനകളും ചില മാധ്യമങ്ങളും ചേർന്നുകൊണ്ടാണ് നടത്തിയത്. അത്തരം പ്രചരണങ്ങൾ തെറ്റാണ് എന്നുള്ളത് ബംഗ്ലാദേശിൽ നിന്ന് പുറത്തു വരുന്ന വീഡിയോസും ഒപ്പം ഇടക്കാല സർക്കാരിന്റെ നേതാവ് മുഹമ്മദ് യൂനിസിന്റെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമായിരുന്നു. ഇപ്പോൾ അതിനെതിരെ വലിയ പ്രതിഷേധം ഭാരതത്തിന്റെ മണ്ണിൽ നിന്നും ഉയരുകയാണ്. കഴിഞ്ഞ ദിവസം രാജ്യതലസ്ഥാനത്ത് ഡൽഹിയിൽ വലിയ 10,000-കണക്കിന് സ്ത്രീകൾ അണിനിരുന്ന നാരി ശക്തി മാർച്ച് മണ്ഡി ഹൗസിൽ നിന്ന് ജന്തർ മന്ദിറിലേക്ക് നടത്തിയിരുന്നു. വായ മൂടിക്കെട്ടിക്കൊണ്ട് സൈലന്റ് മാർച്ചാണ് നടത്തിയതെങ്കിലും അവർ ഉയർത്തിയിട്ടുള്ള ശബ്ദം ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹത്തോടൊപ്പം ഭാരതത്തിലെ ഹൈന്ദവ സമൂഹം മുഴുവനുണ്ട് എന്ന സന്ദേശം നൽകിക്കൊണ്ടായിരുന്നു അത്തരത്തിലൊരു വലിയ റാലി, പ്രതിഷേധ റാലി രാജ്യതലസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ളത്. ഒപ്പം ഈ ഒരു വിഷയത്തിൽ ഭാരതത്തിന്റെ ഭാഗത്തുനിന്ന്, കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ശബ്ദം ഉയർത്തണം എന്ന ആവശ്യവും കഴിഞ്ഞ ദിവസം ഉയർത്തിയിരുന്നു. ഇതിനോടകം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൃത്യമായ ആവശ്യം ബംഗ്ലാദേശിന്റെ ഇടക്കാല സർക്കാരിന് മുൻപിലേക്ക് വെച്ചിട്ടുണ്ട്. ഇടക്കാല സർക്കാരിന്റെ നേതാവായി മുഹമ്മദ് യൂനിസ് അധികാരമേറ്റപ്പോൾ അദ്ദേഹത്തിന് ആശംസ അറിയിക്കുന്നതോടൊപ്പം തന്നെ ബംഗ്ലാദേശിലെ ഹിന്ദു ഉൾപ്പെടുന്ന ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കണമെന്ന കൃത്യമായ ആവശ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻപോട്ട് വെച്ചിരുന്നു. ഏതായാലും അതിക്രൂരമായ പീഡനമാണ് ബംഗ്ലാദേശിലെ ഹിന്ദു ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ സമൂഹം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന കലാപങ്ങളിൽ. ആ കലാപം ആരംഭിച്ചത് ഷെയ്ഖ് ഹസീന സർക്കാർ ഏർപ്പെടുത്തിയ തൊഴിൽ സംവരണത്തിനെതിരെ വിദ്യാർത്ഥികളായിരുന്നുവെങ്കിൽ ആ കലാപത്തിന്റെ നേതൃത്വം ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയിട്ടുള്ള തീവ്ര ഇസ്ലാമിക സംഘടനകൾ ഏറ്റെടുക്കുകയും സർക്കാരിനെതിരെയുള്ള കലാപത്തിന്റെ മറവിൽ എന്തിന് ഹിന്ദു ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളുടെ വീടുകളും ക്ഷേത്രവും ആരാധനാ കേന്ദ്രങ്ങളും അടിച്ചു തകർക്കുകയും അവരെ കൊലപ്പെടുത്തുകയും ചെയ്തു എന്ന വലിയ ചോദ്യം ഇന്ന് അന്താരാഷ്ട്ര സമൂഹത്തിലും ഉയരുകയാണ്. ഈ വിഷയത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് ഭാരതത്തിലെ സാംസ്കാരിക പ്രവർത്തകർ കത്ത് നൽകിയിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കൗൺസിലിന് മുൻപിലാണ് പ്രജ്ഞാപ്രവാഹിന്റെ നേതൃത്വത്തിൽ സാംസ്കാരിക പ്രവർത്തകർ കത്ത് നൽകിയിട്ടുള്ളത്. അതിൽ ചൂണ്ടിക്കാട്ടിയത് ബംഗ്ലാദേശിൽ നടന്നിട്ടുള്ള ക്രൂരമായ വംശഹത്യയെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് ഒരു വസ്തുതാ അന്വേഷണ സമിതിയെ നിയോഗിക്കണം എന്നുള്ളത് തന്നെയാണ്. ഒപ്പം ബംഗ്ലാദേശിലെ ഹിന്ദു ജനസംഖ്യയുടെ കണക്ക് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലും അല്ലെങ്കിൽ വളരെ കൃത്യമായി ആ ഒരു കണക്ക് ഭാരതത്തിലെ മുഴുവൻ സമൂഹത്തിന്റെ മുൻപിലുമുള്ളതാണ്. ബംഗ്ലാദേശ് രൂപീകരണ സമയത്ത് 22% മുകളിൽ ഉണ്ടായിരുന്ന അവിടുത്തെ ഹിന്ദു ജനസംഖ്യ ഇന്ന് 8% താഴേക്ക് എത്തി നിൽക്കുന്നു എന്ന് പറയുമ്പോഴാണ് നേരത്തെ നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന പൗരത്വ ഭേദഗതി നിയമം ഉൾപ്പെടെ എത്രത്തോളം പ്രസക്തിയുണ്ട് എന്ന് ബോധ്യം
വിധേയമാകുന്നത്. ഇസ്ലാമിക രാജ്യമായിട്ടുള്ള ബംഗ്ലാദേശും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഉൾപ്പെടെയുള്ള ഭാരതത്തിന്റെ അയൽ രാജ്യങ്ങളിൽ മതപരമായി വിവേചനം നേരിടുകയും പീഡനം നേരിടുകയും ചെയ്തുകൊണ്ട് അഭയാർത്ഥികളെ സഹിക്കാനാകാതെ അതിർത്തി കടന്ന് ഭാരതത്തിലേക്ക് എത്തിയവർക്ക് പൗരത്വം നൽകുന്നതിൽ ഇളവ് നൽകുന്നതായിരുന്നു അത്തരത്തിലൊരു നിയമം കൊണ്ടുവന്നത്. അത് ശരിയായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ബംഗ്ലാദേശിൽ അരങ്ങേറിയിട്ടുള്ള കൊടിയ കലാപത്തിൽ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്ന വിവരങ്ങൾ പ്രകാരം 500-ലേറെ പേർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട്. 2000-ലധികം പേർക്ക് ഗുരുതരമായ അംഗവൈകല്യം സംഭവിച്ചിട്ടുണ്ട്. അതിലപ്പുറത്തേക്ക് ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോഴും അവിടെ പോലീസ് ഉൾപ്പെടെയുള്ള സർക്കാർ സംവിധാനങ്ങൾക്ക് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിച്ചിട്ടില്ല. കലാപം ചില മേഖലകളിൽ മാത്രം കെട്ടടങ്ങാനുണ്ട് എന്നും മനസ്സിലാക്കുന്നു. ഭാരതം ഈ വിഷയത്തെ വളരെ കൃത്യമായി നോക്കിക്കാണുന്നുണ്ട്. ഈ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ഭാരതത്തിന്റെ മുഴുവൻ പൗരന്മാരെയും അവിടെ നിന്ന് ഒഴിപ്പിച്ചു. പക്ഷേ നുഴഞ്ഞുകയറ്റത്തിനുള്ള വലിയ ശ്രമം ഈ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞുകയറ്റത്തിനുള്ള ശ്രമം മുന്നിൽ കണ്ടുകൊണ്ട് ത്രിപുര, മേഘാലയ, അസം, പശ്ചിമ ബംഗാൾ ഉൾപ്പെടെയുള്ള അതിർത്തി മേഖലകളിൽ BSFന്റെ നേതൃത്വത്തിൽ ശക്തമായ നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വളരെ കൃത്യമായ പരിശോധന നടത്തുന്നുണ്ട്. ഏതായാലും ബംഗ്ലാദേശിൽ നടന്നിട്ടുള്ള ഹിന്ദു വംശഹത്യയിൽ ഹിന്ദു സമൂഹത്തോടൊപ്പം ഭാരതത്തിന്റെ മനസ്സുമുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ തുടർന്നു വരുന്നത്. ശരി ജിഷ്ണു, ഏതായാലും ഈ പറഞ്ഞത് വളരെ വളരെ അപകടകരമായ ഒരു സാഹചര്യമാണ്. കാര്യം അവിടെ നിന്നുള്ളൊരു നുഴഞ്ഞുകയറ്റം, പിന്നെ ഈ ഒരു ബംഗാൾ സർക്കാരാണെങ്കിൽ നുഴഞ്ഞുകയറ്റക്കാരെ സ്വീകരിച്ച് അവർക്ക് ആധാർ കാർഡും ഒക്കെ നൽകി അവരെ വോട്ട് ബാങ്കാക്കി മാറ്റാനും കാത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ അതുപോലെ തന്നെ നമ്മുടെ BSF അടക്കമുള്ള ഏജൻസികൾ ജാഗരൂകരായി കാത്തിരിക്കുന്നത്.